നമസ്കാരം, കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ +1 ക്ലാസ്സിലെ CBSE കേന്ദ്രീയ വിദ്യാലയയിൽ നടന്ന മാത്സ് എക്സാമിനേഷൻ്റെ ആൻസർ കീയും അതിൻ്റെ ഒരു അവലോകനവുമാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയിലേക്ക് സ്വാഗതം. ചില പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസോട് കൂടിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ആകെയുള്ള 36 ചോദ്യങ്ങളിൽ 4 സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ABCD. ഇവയിൽ എ എന്ന സെക്ഷനിൽ 20 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെത്, ബി സെക്ഷനിൽ 6 ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെത്, സി സെക്ഷനിൽ 6 ചോദ്യങ്ങൾ 4 മാർക്കിൻ്റെത്, ഡി സെക്ഷനിൽ 4 ചോദ്യങ്ങൾ 6 മാർക്കിൻ്റെ. ഇതിൻ്റെ ആൻസർ കീയിലോട്ട് കിടക്കുകയാണ്. സെക്ഷൻ എ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ സെറ്റ് കണ്ടെയ്നിങ് n elements ഈസ് 2n. Second question, A is equal to set 1 to 4, B is equal to set 2, 4, 5, C is equal to 2, 5. Then A minus B cross B minus C is answer B, set 1, 4. മൂന്നാമത്തെ ചോദ്യം, let A is equal to set 1, 2, 3, B is equal to set 2, 3, 4. Then which of the following is a function from A to B? എയിൽ നിന്ന് ബിയിലേക്ക് ഏതാണ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചിരിക്കുന്നു. ആൻസർ സി. ക്വസ്റ്റ്യൻ നമ്പർ 4, if sin x is equal to 3/5, x lies in the second quadrant, then tan x is. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് sin x എന്ന് പറഞ്ഞാൽ 3/5 തന്നിരിക്കുന്നു. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് തന്നിരിക്കുന്നത് സൈൻ. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ച് 4 എന്ന് കണ്ടുപിടിക്കാം. അവിടെ നിന്ന് tan എന്നാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അതായത് 3/4 എന്ന് കിട്ടും. ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റിലായതുകൊണ്ട് tan നെഗറ്റീവ്, അപ്പോൾ -3/4. ആൻസർ ഡി ആണ് ഓപ്ഷൻ -3/4. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 1 + i√3/√3 + i ഈസ്. ഇവിടെ ഡിനോമിനേറ്റർ √3 + i എന്ന് തന്നിരിക്കുന്നു. ഇതിനെ കോംപ്ലക്സ് നമ്പർ ഒറിജിനൽ ഫോമിലോട്ട് മാറ്റുന്നു, അതായത് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആൻസർ √3 + i എന്നായിട്ട് മാറി. അവിടെ വെച്ച് ആംഗിൾ കണ്ടുപിടിക്കാം. tan α = y/x 1/√3 എന്ന് കിട്ടും. 1/√3 ടാൻ്റെ വില വരുന്നത് 30ക്കാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഈസ് π/6. സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6, if 20 CR is equal to 20 CR minus 10, then 18 CR is equal to. അതിന് R ആദ്യം കണ്ടുപിടിക്കണം. 20 CR is equal to 20 CR minus 10 എന്ന് തന്നിരിക്കുന്നതിനാൽ R plus R minus 10 is equal to 20. അവിടെ നിന്ന് 2R minus 10 is equal to 20. So 2R is equal to 30. അവിടെ നിന്ന് R is equal to 15 എന്ന് കിട്ടും. ഈ കിട്ടിയ 15 18 CR ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 18C 15. 18 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ കിട്ടുന്നത് 18 - 15 ഇൻറ്റു 15 ഫാക്ടോറിയൽ എന്ന് എഴുതി. അത് സോൾവ് ചെയ്യുമ്പോൾ 860 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ബി ആണ് 860. ക്വസ്റ്റ്യൻ നമ്പർ 6B, അതായത് ആറാമത്തേൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്പർ ഓഫ് വേസ് ടു അറേഞ്ച് ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ചീസ് ആർ. അതിന് ചീസ് എന്നതിൽ ഇ എന്ന് പറയുന്ന 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ആൻസർ 120. എ ആണ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇഫ് n + 1 C3 is equal to 2 into n C2, then n is equal to dash. ഇവിടെ n + 1 C3 എന്നതിനെ n + 1 ഫാക്ടോറിയൽ ബൈ n - 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 2 into n C2നെ 2 into n ഫാക്ടോറിയൽ ബൈ n - 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. n + 1 ഫാക്ടോറിയൽ എന്നത് n + 1 ഇൻറ്റു n ഇൻറ്റു n - 1 ഇൻറ്റു n - 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ n ഫാക്ടോറിയൽ എന്നത് n ഇൻറ്റു n - 1 ഇൻറ്റു n - 2 ഫാക്ടോറിയൽ എന്ന് എഴുതി. n - 2 ക്യാൻസൽ ചെയ്തു, മിച്ചമുള്ള ഈ 2 ക്യാൻസലായി. അവിടെ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ n is equal to 5 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, a line passed through the point 2, 2 and is perpendicular to the line 3x plus y is equal to 3. Its y-intercept is
വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതും ഈ ലൈന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ തന്നിരിക്കുന്ന ലൈൻ്റെ സ്ലോപ്പ് -3. അപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻ്റെ സ്ലോപ്പ് 1/3, റെസിപ്രോക്കലിൻ്റെ നെഗറ്റീവ്. അത് വെച്ച് പോയിൻ്റ് തന്നിരിക്കുന്നു 2, 2 കൂടി പാസ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ ഫോം ചെയ്താൽ y - 2 = 1/3 × x - 2 എന്ന് കിട്ടും. അവിടെ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ y = x/3 + y/3 4/3 എന്ന് കിട്ടും. ഇവിടെ 1/3 ആണ് സ്ലോപ്പ്, y ഇൻ്റർസെപ്റ്റ് 4/3. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. Number 9. The coordinate of the foot of the perpendicular drawn from the point P 3, 4, 5 on the YZ plane are. YZ plane ആകുമ്പോൾ അവിടെ x 0 ആണ്. അപ്പോൾ ആൻസർ B 0, 4, 5. Question number 10. Limit x tends to 0, 1 - cos 2x into sin 5x by x² sin 3x. ഇതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് സിംപ്ലസ്റ്റ് ഫോമിലോട്ടാക്കുന്നു. ലിമിറ്റ് x tends to 0, 1 - cos 2x എന്നതിനെ ലിമിറ്റ് x tends to 0, 2 sin² x by x² എന്ന് എഴുതി ഈ ഭാഗം. മിച്ചമുള്ളത് മാറ്റി എഴുതി sin 5x by sin 3x. ഇത് 2 കോൺസ്റ്റൻ്റ് ആണ്, 2 എടുത്ത് വെളിയിലിട്ടു. അപ്പോൾ ലിമിറ്റ് x tends to 0, sin x by x the whole square എന്ന് എഴുതാം. ഈ വാല്യൂ 1 ആയി. മിച്ചമുള്ളത് 2 × 1 × ഇവിടെ ആൻസർ 5/3 ആണ്. അപ്പോൾ 2 × 5/3 10/3 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ 10/3. Question number 11. If f of x is equal to √ax plus b, then derivative of f of x. Derivative 1/2 √ax plus b into a. Question number 12. Out of 7 consonants and 4 vowels, using 3 consonants and 2 vowels, number of words that can be formed is. ഇവിടെ number of ways selecting 2 vowels from 4 vowels 4C2. Number of ways selecting 3 consonants from 7 consonants 7C3. ഇവയുടെ പ്രോഡക്റ്റ് ആണ് number of combinations of 3 consonants and 2 vowels. അപ്പോൾ കിട്ടുന്നത് 140. ഇനി each of the 140 combination consists of 5 letters which can be arranged themselves 5p5. Therefore required number of different words is equal to 140 × 5 factorial. Question number 13. The centroid of a triangle is 2, 7 and 2 of its vertices are 4, 8 and -2, 6. The third vertex is dash. Third vertex xy എന്നെടുത്താൽ സെൻട്രോയിഡ് x + 4 + -2/3, y + 8 + 6/3 is equal to 2, 7. അവിടെ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ x 4 എന്നും y 7 എന്നും കിട്ടും. അതായത് തേർഡ് വെർട്ടെക്സ് 4, 7. അതായത് ഓർ ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ ഓഫ് ദി line parallel to the line 3x - 4y + 2 is equal to 0 and passing through the point -2, 3 is. തന്നിരിക്കുന്ന ലൈൻ 3x - 4y + 2 is equal to 0. അതിൻ്റെ സ്ലോപ്പ് 3/4. അപ്പോൾ ഇക്വേഷൻ -2, 3 കൂടി പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ y - 3 is equal to 3/4 × x - -2. അവിടെ നിന്ന് ഇക്വേഷൻ നമുക്ക് 3x - 4y + 18 is equal to 0 എന്ന് കിട്ടും. Question number 14. The probability of getting total of 10 in a single throw of 2 dice is. Pair of possible pairs നമുക്കറിയാം 1, 1 തൊട്ട് 36 വരെയാണ്. ഇവിടെ തന്നിരിക്കുന്നത് സം 10 കിട്ടണം. അപ്പോൾ സം 10 കിട്ടാനുള്ള സാധ്യത 4, 6, 5, 5, 6, 4. അതായത് 3 ചാൻസ് ആണ് ഔട്ട് ഓഫ് 36. So probability of sum 10 is equal to 3/36. That is 1/12. Question number 15. The contrapositive of this statement: if a number is divisible by 9, then it is divisible by 3 is. Contrapositive എഴുതാൻ തിരിച്ചെഴുതുകയും വേണം, നെഗറ്റീവ് ചേർക്കണം, അതായത് നോട്ട് ചേർത്ത് എഴുതണം. അപ്പോൾ if a number is not divisible by 3, then it is not divisible by 9. Question number 16. Find the principal solution of the equation cos x is equal to -1/2. Cos x is equal to -1/2 എന്നതിന് നമുക്കറിയാം cos π/3 ആണ് 1/2.
അപ്പോൾ cos 180 മൈനസ് പൈ ബൈ 3 മൈനസ് 1/2 എന്നും, അതായത് cos 2π/3 ഈസ് ഈക്വൽ ടു മൈനസ് 1/2 എന്ന് കിട്ടും. അതുപോലെ തന്നെ പൈ പ്ലസ് പൈ ബൈ 3ക്ക് മൈനസ് 1/2 ആണ്. അപ്പോൾ cos 4π/3 ഈസ് ഈക്വൽ ടു മൈനസ് 1/2. ദാറ്റ് ഈസ് രണ്ട് ആൻസേഴ്സ് ഉണ്ട്. ഒന്ന് 2π/3യും 4π/3യും ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. 3 vertices of a parallelogram ABCD are A 3 minus 1 2, B 1 2 minus 4, C minus 1 1 2. Find the coordinate of fourth vertex. Fourth vertex XY Z എന്നെടുത്തിരിക്കുന്നു. ഇവിടെ ചെയ്യുന്ന കാര്യം ഇതാണ്. ഈ രണ്ട് ഡയഗണൽസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ മിഡ് പോയിൻറ്റിലായിരിക്കും. അതായത് ബി ഡിയുടെ മിഡ് പോയിൻറ്റും എ സിയുടെ മിഡ് പോയിൻറ്റും ഈക്വൽ. ദാറ്റ് ഈസ് മിഡ് പോയിൻറ്റ് ഓഫ് എ സി ഈസ് ഈക്വൽ ടു മിഡ് പോയിൻറ്റ് ഓഫ് ബി ഡി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x1 y മൈനസ് 2 z 8, അതായത് 0.1 - 2 8. ക്വസ്റ്റ്യൻ നമ്പർ 18 ഡിഫറൻസിയേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നായിരുന്നു, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്. 18th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ax പ്ലസ് ബി ഡിവൈഡഡ് ബൈ cx പ്ലസ് ഡി. ഇവിടെ കോഷ്യന്റ് റൂളാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ദറ്റ് ഈസ് എ, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, അത് സി, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതുപോലെ അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ ബി എക്സ്. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എ എക്സ് എന്നിടുന്നു. അതുപോലെ തന്നെ എ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, പകരം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എന്നത് എ എക്സ്റ്റെൻസ് ടു 0 എന്നാക്കി. ഇത്രയും ഭാഗം 1 ആയി പോവും. മിച്ചമുള്ളത് എ ബൈ ബി. ആൻസർ എ ബൈ ബി. ക്വസ്റ്റ്യൻ നമ്പർ 19. Determine whether inclusive or exclusive or two lines intersect at a point or are parallel. Here, or is inclusive since two lines intersect at a point. If two lines are either intersect at a point, otherwise they are parallel. Question number 20. Given P of A is equal to 3/5, P of B is equal to 1/5, find P of A or B if A and B are mutually exclusive. Mutually exclusive എന്ന് പറഞ്ഞാൽ P of A intersection B 0. അപ്പോൾ P of A 3/5, P of B 1/5, P of A union B കാണണം. അതായത് P of A union B is equal to P of A plus P of B, അതായത് 4/5. നെക്സ്റ്റ് സെക്ഷൻ B ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. Let f of x is equal to x square and g of x is equal to 2x plus 1 be two real functions. Find f plus g of x, f g of 2. ഇവിടെ f of x x square എന്നും g of x is equal to 2x plus 1 എന്നും തന്നിട്ടുണ്ട്. f plus g of x, that is f of x plus g of x. അപ്പോൾ x square plus 2x plus 1, f g of x, അതായത് x square ഇൻറ്റു f ഇൻറ്റു g ആണ്, f of x ഇൻറ്റു g of x, അതായത് x square ഇൻറ്റു 2x plus 1. അത് ഓപ്പൺ ചെയ്യുമ്പോൾ 2x³ plus x square എന്ന് കിട്ടും. അവിടെ നിന്ന് എക്സിന് 2 എന്ന് വില ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ജി ഓഫ് 2 എന്നത് നമുക്ക് കിട്ടും. ആൻസർ 20. ക്വസ്റ്റ്യൻ നമ്പർ 22. ലെറ്റ് എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 1 2 3 0 -1 -1 -3 be a function from z to z defined by f of x is equal to ax plus b for some integer a b. Determine a and b. ഇവിടെ 1 1 belongs to f, therefore f of 1 കൊടുത്താൽ 1 കിട്ടും, അതായത് a plus b is equal to 1, ഫസ്റ്റ് ഇക്വേഷൻ. 2 3 belongs to f, അപ്പോൾ f of 2 is equal to 3, 2a plus b is equal to 3 എന്ന് കിട്ടും, ഇക്വേഷൻ 2. ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് b is equal to -1 എന്നും ഈ വില ഫസ്റ്റ് ഇക്വേഷൻ ഇട്ടാൽ a is equal to 2 എന്നും കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 23. In how many ways can one select a cricket team of 11 from 17 players in which only 5 players can bowl if each cricket team of 11 must be include exactly 4 bowlers? 4 bowlers can selected from 5 bowlers, that is 5C4. Remaining 7 players, അതായത് 4 പേരെ സെലക്ട് ചെയ്തു, ഇനി മിച്ചമുള്ളത് 7 പേർ. 7 players from 12 players, മൊത്തമുള്ള 17 പേരിൽ 5 പേര് ബൗളേഴ്സാണ്. ബൗളേഴ്സ് 5 പേരിൽ നിന്ന് 4 പേര് എടുക്കുന്നു, മിച്ചമുള്ള 12 പേരിൽ നിന്ന് 7 പേര്, അപ്പോൾ 12C7 എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ് 5C4 ഇൻറ്റു 12C7. ആൻസർ 3960, 3960. ക്വസ്റ്റ്യൻ നമ്പർ 24.
Find the equation of the straight line which pass through the point 2 minus 3 and the point of intersection of the lines x plus y plus 4 is equal to 0 and 3x minus y minus 8 is equal to 0. ഇവിടെ ചോദ്യം ഇതാണ്, ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ്, ആ പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യണം, കൂടാതെ 2 മൈനസ് 3 എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടെയും പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ കോമൺ പോയിൻ്റ് കാണാൻ ഈ രണ്ട് ഇക്വേഷൻ കൂടെ നമുക്ക് സോൾവ് ചെയ്താൽ എക്സ് വൈ കിട്ടും. അപ്പോൾ എക്സ് 1 വൈ മൈനസ് 5, അവിടെ നിന്ന് ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് 1 മൈനസ് 5 എന്ന് കിട്ടും. സോ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ 1 മൈനസ് 5 ആൻഡ് 2 മൈനസ് 3, അത് y മൈനസ് 5 ഇസ് ഈക്വൽ ടു 2, സ്ലോപ്പ് 2 ആണ്, 2 ഇൻറ്റു എക്സ് മൈനസ് 1. ഇത് ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 2x minus y minus 7 is equal to 0. Question number 24b. Find the equation of the lines which cut off intersect on the axis whose sum and product are 1 and minus 6 respectively. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമ്മും പ്രോഡക്റ്റും ആണ്. Let a and b are intercept on the axis, then a plus b is equal to 1 and ab is equal to minus 6. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക a 3യും b മൈനസ് 2 ആണ്, അല്ലെങ്കിൽ a മൈനസ് 2ഉം b 3യും കിട്ടും. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ 3 പ്ലസ് വൈ ബൈ മൈനസ് 2 ഇസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ബൈ മൈനസ് 2 പ്ലസ് വൈ ബൈ 3 ഇസ് ഈക്വൽ ടു 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 2x മൈനസ് 3y ഇസ് ഈക്വൽ ടു 6 ആൻഡ് മൈനസ് 3x പ്ലസ് 2y ഇസ് ഈക്വൽ ടു 6. Question number 25. In a class of 60 students, 30 opted for NCC, 32 opted for NSS and 24 opted for both NCC and NSS. If one of these students is selected at random, find the probability that number of students opted neither NCC nor NSS. അതായത് രണ്ടും സെലക്ട് ചെയ്യാത്തവർ എത്ര പേർ? The student has opted NCC, NSS but not NCC. ഇവിടെ പ്രോബബിലിറ്റിയാണ് ക്വസ്റ്റ്യൻ എന്ന് ശ്രദ്ധിക്കുക. Total number of students 60. Probability of NCC 30 by 60. Probability of NSS 32 by 60. Probability of C intersection S, അതായത് NCCയിലും NSSയിലും കോമൺ ഉള്ളവർ 24. നമുക്ക് വെൻ ഡയഗ്രത്തിൽ നോക്കുക. കോമൺ 24, മൊത്തമുള്ള 30-ൽ 6 പേരേ ഉള്ളൂ NCCയിൽ, 8 പേർ NSSയിലും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് C യൂണിയൻ S ഈസ് 38 by 60. ഇവിടെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓപ്റ്റഡ് നെയ്തർ NCC നോർ NSS. NCCയിലും NSSയിലും ഇല്ലാത്തവരുടെ എണ്ണം, ദാറ്റ് ഈസ് 1 മൈനസ് 38 by 60. 1 മൈനസ് പി ഓഫ് C യൂണിയൻ S, അത് ചെയ്യുമ്പോൾ 22 by 60 എന്ന് കിട്ടും. ഇത് ഹാഫ് എടുത്താൽ 11 by 30. നെക്സ്റ്റ്, സ്റ്റുഡൻറ്റ് ഹാസ് ഓപ്റ്റഡ് NSS ബട്ട് നോട്ട് NCC. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് S intersection C dash. Probability of S minus C ക്ക് തുല്യമാണ്. Probability of S minus C is equal to P of S minus P of A intersection S intersection C. അപ്പോൾ 32 by 60 minus 24 by 60, answer 8 by 60, that is 12 by 5. Question number 26. Find the derivative of x raised to 5 minus cos x by sin x. ഇത് Quotient rule ആണ്. അപ്പോൾ y is equal to x raised to 5 minus cos x by sin x. So denominator into derivative of numerator minus numerator into derivative of denominator by denominatorൻ്റെ square. നെക്സ്റ്റ് ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻസ് ടു 2 x ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. ഇവിടെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് ഫസ്റ്റ് കോമൺ എടുത്തു. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 അതിനെ സ്പ്ലിറ്റ് ചെയ്തു, എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ബൈ എക്സ് പ്ലസ് 2. എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ആൻസർ 2 ഇൻറ്റു 2 മൈനസ് 2 ബൈ 2 പ്ലസ് 2, ആൻസർ 0. Question number 27. Find sin x by 2 cos x by 2 tan x by 2. When tan x is equal to minus 4 by 3, x lies in quadrant 2. Since x is in second quadrant, so pi by 2 less than x less than pi. അതായത് എക്സിൻ്റെ വാല്യൂ പൈ ബൈ 2നും പൈയുടെ ഇടയ്ക്കാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. ഇതിൻ്റെ ഹാഫ് എടുത്താൽ
pi by 4 less than x by 2 less than pi by 2. So sin x by 2, cos x by 2, tan x by 2 are positive. That is sec square x is equal to 1 plus tan square x. So sec square x is 25 by 9. Then since x is in second quadrant, sec x is equal to minus 5 by 3 or cos x is equal to minus 3 by 5. Again, 2 sin square x by 2 is equal to 1 minus cos x. So 1 plus 3 by 5 because cos x minus 3 by 5. So answer 8 by 5. ഇവിടുന്ന് sin square x by 2 എന്നത് 4 by 5 എന്ന് കിട്ടും. So sin x by 2 2 by root 5. Next 2 cos square x by 2 is equal to 1 plus cos x. That is 1 minus 3 by 5. Answer 2 by 5. So cos square x by 2 is 1 by 5. Cos x by 2 is 1 by root 5. So tan x by 2 is sin x by 2 by cos x by 2. The answer is 2. Question number 27 B part ഉണ്ട്. അതായത് or question. Prove that cos 6x is equal to 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1. Left side, cos 6x is equal to cos 2 into 3x. So 2 cos 2 theta, that is 2 cos square theta minus 1. 2 cos square 3x minus 1. ഇത് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ 2 ഇൻറ്റു 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. Question number 29. Using principle of mathematical induction for n belongs to capital N, prove that 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8. ഇവിടെ p of n is equal to 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8 എന്ന് എഴുതി. അവിടെ n-ന് 1 കൊടുക്കുമ്പോൾ p of 1 is equal to 64 എന്ന് കിട്ടും. It is divisible by 8. That is p of 1 is true. Assume p of k is true. P of k is equal to 3 raised to 2k plus 2 minus 8k minus 9. That is divisible by 8 is equal to 8m എന്ന് എടുക്കുന്നു. 8ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 8m എന്നെടുക്കുന്നു. വെൻ n is equal to k plus 1. സോ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇങ്ങനെ എഴുതാം. 3 raised to 2 into k plus 1 plus 2 minus 8 into k plus 1 minus 9. ഇവിടെ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 9 into 3 raised to 2k plus 2 minus 8k minus 8 minus 9. അവിടെ നിന്ന് 9 into 3 raised to 2k plus 2 minus 8k minus 9 plus 9 into 8k minus 8k minus 17 plus 9 into 9 എന്ന് കിട്ടും. അവിടുന്ന് ആൻസർ 8 കോമൺ എടുക്കുമ്പോൾ 8 into 9m plus 8k plus 8 എന്ന് കിട്ടി. That is divisible by 8. So p of k plus 1 is true. Hence by principle of mathematical induction p of n is true for all natural numbers. Question number 30. Convert into polar form. 1 plus 7i by 2 minus i the whole square. 1 plus 7i അതുപോലെ എഴുതി. 2 minus i the whole square അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക -1 plus i എന്നാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. So z is equal to r into cos theta plus I sin theta. That is polar form. R is modulus z, that is root 2. Angle argument is pi by 4. So complex number lies in second quadrant. That is argument is, principal argument is pi minus alpha. That is pi minus pi by 4, 3 pi by 4. So polar form z is equal to root 2 into cos 3 pi by 4 plus I sin 3 by 4. Question number 31. Find A if the 17th and 18th terms of the expansion 2 plus a whole raised to 50 are equal. Comparing a plus b whole raised to n to 2 plus a whole raised to 50, then n is 50, a to b is equal to a. We know tr plus 1 is equal to ncr into a raised to n minus r b raised to r. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ T17ഉം T18ഉം നമുക്ക് കിട്ടുന്നുണ്ട്. T17 is equal to T18. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ A is equal to 1. B question. The coefficient of
r minus 1th, rth and r plus 1th terms of expansion of x plus 1 whole raised to n are in the ratio 1:3:5. Find n and r. T r plus 1 is equal to n cr x raised to n minus r 1 raised to r. അവിടെ നിന്ന് ജനറൽ ആയിട്ട് സൊല്യൂഷൻ എൻ സി ആർ എക്സ് റേസ് ടു എൻ മൈനസ് ആർ എന്ന് എഴുതാം. ആർ പ്ലസ് വൺ ദ ടേം ഈസ് എൻ സി ആർ, ആർത്ത് ടേം ഈസ് എൻ സി ആർ മൈനസ് വൺ, ആർ മൈനസ് വൺ ദ ടേം എൻ സി ആർ മൈനസ് ടു. ഇതിൻ്റെ റേഷ്യോ 1:3:5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കുക. ഒരു ഇക്വേഷൻ n is equal to 4r minus 5 എന്ന് ലഭിക്കുന്നു. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് n factorial by r minus 1 factorial into n minus r plus 1 factorial by n factorial by r factorial into n minus r factorial is equal to 3/5. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫോർത്ത് ഇക്വേഷൻ 3n is equal to 8r minus 3. തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് n is equal to 12r minus 15 എന്നും അവിടെ നിന്ന് r is equal to 3 എന്ന് കിട്ടും. r 3 എന്ന വില തേർഡ് ഇക്വേഷനിൽ ഇടുമ്പോൾ n is equal to 7 എന്ന് കിട്ടുന്നു. നമ്പർ 32. Find the coordinate of foci, the vertices, the length of major axis, the length of minor axis and the eccentricity and the length of lateral rectum of the conic section 4x square plus 9y square is equal to 36. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇപ്പുറത്തെ റൈറ്റ് സൈഡ് 1 ആക്കുന്നു. അതിനെ ഡിവൈഡഡ് ബൈ 36 ഇട്ടു. അപ്പോൾ x സ്ക്വയർ ബൈ 9 പ്ലസ് y സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ഇതിന് ഫിഗർ വരയ്ക്കുന്നത് ഒരു എലിപ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എക്സിൻ്റെ ഡിനോമിനേറ്ററാണ് കൂടുതലുള്ളത്, അത് എ. അത് റൂട്ട് എടുത്താൽ അതായത് 9 3യുടെ സ്ക്വയർ ആണ്. അപ്പോൾ -3 എക്സ് ആക്സിസിലും 4 എന്നത് 2ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 2ഉം -2ഉം വൈ ആക്സിൽ മാർക്ക് ചെയ്ത് എലിപ്സ് വരച്ചിരിക്കുന്നു. a square is equal to 9, so a is equal to 3, b square 4, so b is equal to 2. c is root of a square minus b square, that is root 9 minus 4 root 5. e is equal to, that is eccentricity, c by a root 5 by 3. length of lattice rectum 2 b square by a എന്ന് കിട്ടും. അവിടുന്ന് 8/3 എന്ന ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം മനസ്സിലാവും. ഇനി തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഫോക്കൈ ഈസ് പ്ലസ് ഓർ മൈനസ് c0, that is plus or minus root 50, vertices plus or minus a0, that is plus or minus 30, length of major axis 2a 6 എന്ന് കിട്ടും, length of minor axis 2b 4, eccentricity root 5/3, length of lateral rectum 8/3. Next, question number 34. Solve the system of inequations graphically. 5x plus y greater than or equal to 0, x plus y greater than or equal to 6, x plus 4y is less than or equal to 12, x is greater than or equal to 0, y is greater than or equal to 0. ഇനി ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ പോയിൻറ്റുകളാണ്. നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ട പോയിൻറ്റുകൾ. അതിന് എക്സ് വൈ എന്നെഴുതി. എക്സിന് 0 കൊടുക്കുമ്പോൾ y 10, വൈക്ക് 0 കൊടുക്കുമ്പോൾ x 2 എന്ന് കിട്ടും. ഇതുപോലെ 3 ഇക്വേഷൻസിനും പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നു. അതുപയോഗിച്ച് ഗ്രാഫ് വരച്ചിരിക്കുന്നു. കണ്ടുപിടിച്ച പോയിൻറ്റുകൾ മാർക്ക് ചെയ്ത് ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ ഗ്രാഫ് ഷെയ്ഡ് ചെയ്ത പോർഷൻ ഇതാണ്. Question number 35. Find the sum of the series up to n terms. 0.7, 0.77 plus 0.777 plus 0.7777 plus etc. Sn is equal to 0.7 plus 0.77 plus 0.777 plus etc. n terms. 7 വെളിയിലെടുത്താൽ 7 into 0.1 plus 0.11 plus 0.111 plus etc. n terms. So 7/9 into 9 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.9, 0.99 plus 0.999 plus etc. n terms. 7/9 into 0.9 എന്നത് 1 minus 0.1, 0.99 എന്നത് 1 minus 0.0901 plus 0.999 എന്നത് 1 minus 0.001 plus etc. n terms. അവിടെ നിന്ന് 1 n ടൈംസ് ഉള്ളത് കൊണ്ട് n മൈനസ് 0.1കൾ എല്ലാം ബ്രാക്കറ്റിൽ എഴുതി. 0.1, 0.01, 0.001 എക്സെട്ര n ടൈംസ്. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. a 0.1ഉം r 0.1ഉം ഉള്ള ഒരു സീക്വൻസ്. അപ്പോൾ
ഇതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ബൈ 1 മൈനസ് ആർ. ആൻസർ 0.1 ഇൻറ്റു 1 മൈനസ് 0.1 റേസ് ടു n ബൈ 0.9. അതായത് 1 മൈനസ് 0.1 വരുമ്പോൾ 0.9. ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇവിടെ. അപ്പോൾ 0.7/9 ഇൻറ്റു n മൈനസ് 1/9 ഇൻറ്റു 1 മൈനസ് 0.1 റേസ് ടു n. ആൻസർ ഒന്നുകൂടെ ഇത് ഓപ്പൺ ചെയ്ത് എഴുതിയാൽ 7/9 n മൈനസ് 7/81 ഇൻറ്റു 1 മൈനസ് 0.1 റേസ് ടു n. ക്വസ്റ്റ്യൻ നമ്പർ 35 ബി പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദി സീരീസ് 3 + 7 + 13 + 21 + 31 + എക്സെട്ര. ഇതിന് nth ടേം കണ്ടുപിടിക്കുന്നു രണ്ട് സീരീസിൻ്റെയും. എന്നിട്ട് അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് an = n² + n + 1 എന്ന് കിട്ടും. സം ഓഫ് n ടേംസ് കാണുമ്പോൾ സം ഓഫ് an എന്ന് എഴുതാം. അതായത് സം ഓഫ് n² + സം ഓഫ് n + സം ഓഫ് 1. അതായത് n ഇൻറ്റു n + 1 ഇൻറ്റു 2n + 1 ബൈ 6 സം ഓഫ് n ടേംസ് n ഇൻറ്റു n + 1 ബൈ 2 സം ഓഫ് 1, ദാറ്റ് ഈസ് n. ഇത് LCM കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ n/3 ഇൻറ്റു n² പ്ലസ് 3n + 5 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 36 ഫൈൻഡ് ദ മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ ചെയ്തിരിക്കുന്നത് ടേബിൾ നോക്കുക. ഫസ്റ്റ് ക്ലാസ് 72-75, അതിൻ്റെ ഫ്രീക്വൻസി 3, xi 72.5, ഇതിൻ്റെ മിഡ് വാല്യൂ എടുത്തു. ui xi മൈനസ് a ബൈ h, ദാറ്റ് ഈസ് -4. fi ui, ദാറ്റ് ഈസ് -12. fi ഇൻറ്റു ui സ്ക്വയർ 48. fi ഇൻറ്റു ui സ്ക്വയർ 3 ഇൻറ്റു 16, ദാറ്റ് ഈസ് 48. ഇവ ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ഇവയുടെ സം കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് n നമ്പർ ഓഫ് ഫ്രീക്വൻസി, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി, അതായത് 60. fi ui 6, then fi ഇൻറ്റു ui സ്ക്വയർ സം, ദാറ്റ് ഈസ് 254. മീൻ x ബാർ = a പ്ലസ് h ഇൻറ്റു സിഗ്മ fi ui ബൈ n. ഇത് ചെയ്യുമ്പോൾ 93 എന്ന് കിട്ടും. വേരിയൻസ് h² ഇൻറ്റു സിഗ്മ fi ui സ്ക്വയർ ബൈ n മൈനസ് സിഗ്മ fi ui ദ ഹോൾ സ്ക്വയർ ui ബൈ n ദ ഹോൾ സ്ക്വയർ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 105.5 എന്ന് കിട്ടും വേരിയൻസ്. അതിൻ്റെ റൂട്ട് എടുത്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി 10.27. ബി പാർട്ടുണ്ട്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഏജ് ഫോർ ദ ഏജ് ഡിസ്ട്രിബ്യൂഷൻ 100 persons ഗിവൺ ബിലോ. 16 to 20 അത് 5 പേരുണ്ട്. 21 to 25 6, 26 to 30 12, 31 to 35 ഫൈൻ ചെയ്തു. ഫ്രീക്വൻസി ടോട്ടൽ 100. ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. അതിനുശേഷം മോഡുലസ്. ഇതിൻ്റെ ആൻസർ ചെയ്തിരിക്കുന്നത് നോക്കുക. n 100 സിഗ്മ fi ഇൻറ്റു മോഡുലസ് xi മൈനസ് m 735. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് മീഡിയൻ കണ്ടുപിടിക്കുകയാണ്. മീഡിയൻ കാണാൻ ഇക്വേഷൻ l + n/2 മൈനസ് c ഇൻറ്റു h ബൈ f. ഇക്വേഷനിൽ കിട്ടിയ കാര്യങ്ങൾ നോക്കുക. നമുക്ക് n/2 100/2, ദാറ്റ് ഈസ് 50. l ലോവർ ലിമിറ്റ് ഓഫ് ദി മീഡിയൻ ക്ലാസ് 35.5, f 26, h 5, c ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 37. ഇവ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ മീഡിയൻ 38 കിട്ടും. അവിടുന്ന് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നമുക്ക് ടേബിളിൽ നിന്നും 735/100, ആൻസർ 7.35 എന്ന് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.